ചേടാ, ഇനിയിപ്പോ നമ്മൾ ചിന്തിക്കുന്ന സമയം കൊണ്ട് അവൻ സ്നേഹ കെട്ടുമല്ലോ. ഉടുമ്പ് പിടിക്കുന്ന പോലെ അവനെ അവളും പിടിച്ചിട്ടുണ്ട്. ആ കൊച്ചിന് നല്ല ബുദ്ധി കൊടുക്കണേന്ന് പ്രാർത്ഥിക്കാനല്ലാതെ ഇതിലിപ്പോ നമ്മൾ എന്ത് പറയാനാ? എടുത്തി, എനിക്ക് വേണ്ടത് സച്ചേട്ടൻ ആവശ്യപ്പെട്ടതുപോലെ ഒരു പ്രോപ്പർ റീസണാ. അത് കിട്ടിയ പിന്നെ എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും അവനവൻ്റെ വീട്ടുകാരെയും കൊണ്ട് വരട്ടെ, ബാക്കി നമുക്ക് വന്നിട്ട് നോക്കാം. നോക്കട്ടെ, പറ്റിയ ഞാനും കൂടി വരാം. അവരെപ്പോഴാ വരുന്നത്? നാളെ. ആ, നാളെ അവന്റെ ചീട്ട് കീറാനുള്ള എന്തെങ്കിലും കിട്ടണേ ദൈവമേ. കിട്ടും എടുത്തി. ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് അതിനുശേഷം അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ കിടന്ന് ആറാടിയതിന് എന്തെങ്കിലും ഒരു നല്ല ഓർമ്മ കൊടുക്കാതെ അവനെ അങ്ങ് വിടാൻ പറ്റുമോ? നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം. അർച്ചനെ ചികിത്സിക്കണമെന്ന് പറഞ്ഞ് എങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും? ഒന്ന് പറഞ്ഞ് മൂന്ന് പറഞ്ഞ് അവസാനം എല്ലാം പറയേണ്ടി വന്ന ഞാൻ ഇത്രയും നാൾ മറച്ചു വെച്ചതെല്ലാം വെറുതെയാവും. ഹലോ സച്ചി, അർച്ചനോട് കാര്യങ്ങൾ പറഞ്ഞോ? ഇല്ല ഡോക്ടർ, അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും അബദ്ധം പറഞ്ഞു പോയാൽ എല്ലാം അതോടുകൂടി കഴിയും. അങ്ങനെ ഒരു ടെൻഷൻ ഇരിക്കാൻ ഞാൻ. ഹോസ്പിറ്റലിൽ പോകണമെന്നും ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നും ഞാൻ പറയുമ്പോൾ അവൾ ആകെ വിഷമിക്കും. എനിക്കാണ് പ്രശ്നമെന്ന് ഞാൻ അറിയുമോ എന്ന് ഭയന്ന് അവള് ചിലപ്പോൾ ട്രീറ്റ്മെന്റിന് സമ്മതിച്ചില്ലെന്നും വരും. അതൊക്കെയാണിപ്പോ എന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ. സച്ചി, ഒരു കാര്യം ചെയ്, നാളെ അർച്ചനയും കുട്ടി എന്നെ വന്നൊന്ന് കാണ്. ഞാൻ പറയേണ്ട രീതിയിൽ അർച്ചനയോട് പറഞ്ഞോളാം. അല്ല ഡോക്ടർ, അങ്ങനെ പറഞ്ഞ അർച്ചന അറിയാതെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് നടത്താം. സച്ചി ധൈര്യം ഇരിക്കെ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഞാൻ അർച്ചനയോട് സംസാരിച്ചോളാം. നാളെ എന്തായാലും വരണം. വരാം ഡോക്ടർ. ശരി എന്നാ. തനിക്കെപ്പോഴും ആലോചനയാണല്ലോ. എന്നെക്കുറിച്ചോ നമ്മുടെ ജീവിതത്തെക്കുറിച്ചോ അല്ലെന്ന് എനിക്കറിയാം. ഞാൻ എന്തിനെക്കുറിച്ച് ചിന്തിച്ചാലും അവസാനം എൻ്റെയും സച്ചേട്ടൻ്റെയും ഈ കുടുംബത്തിലുള്ളവരുടെയും സന്തോഷം തന്നെയാണ് എൻ്റെ ആലോചനയിലുള്ളത്. എല്ലാ പ്രശ്നങ്ങളും ഉടനെ തീർക്കണം. എങ്കിൽ നമ്മുടെ അടിസ്ഥാന പ്രശ്നത്തെക്കുറിച്ച് പറയാം.
കുഞ്ഞിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. എടോ, ഞാനത് പറഞ്ഞത് പറയുന്നതിന് മുന്നേ താൻ മൂഡ് ഓഫ് ആയല്ലോ. ബാക്കി കൂടി പറയട്ടെ. സന്ധ്യ ഡോക്ടർ ഇപ്പൊ വിളിച്ചിരുന്നു. പുള്ളിക്കാരിയെ ഒന്ന് കാണാൻ ചെല്ലാൻ പറഞ്ഞു. പോസിറ്റീവായിട്ടാ എന്നോട് സംസാരിച്ചത്. എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞു. എന്തോ സന്തോഷമുള്ളൊരു വാർത്ത പറയാനാണെന്നാ എനിക്ക് സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. താ നോക്കിക്കോ, നമുക്ക് ഉടനെ കുഞ്ഞുങ്ങളുണ്ടാവും. അങ്ങനെയാടോ എന്റെ മനസ്സ് പറയുന്നത്. എനിക്കും ഇടയ്ക്ക് തോന്നാറുണ്ട്. സച്ചേട്ടന് വിഷമാവെന്ന് കരുതി ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എപ്പോഴാ സച്ചേട്ടാ നമ്മൾ സന്ധ്യ ഡോക്ടറെ കാണാൻ പോകുന്നത്? നാളെ തന്നെ. നാളെ ചെല്ലാനാ ഡോക്ടർ പറഞ്ഞത്. നാളെയോ? ആ അതെ, നാളെ നമ്മൾ പോവല്ലേ? നാളെയല്ലേ സച്ചേട്ടാ ധനുഷിന്റെ അച്ഛനും അമ്മയ്ക്ക് ഇവിടേക്ക് വരുന്ന ദിവസം? ആ, നമുക്ക് വലുത് അതല്ലല്ലോ. ധനുഷിന്റെ വീട്ടുകാരെ വന്നിട്ട് പൊയ്ക്കോളും. എടോ, നമുക്ക് രാവിലെ ഡോക്ടറിനെ കാണാൻ പോവാം. സച്ചേട്ടാ, ഒരു കുഞ്ഞ് വേണമെന്നുള്ളതും ഡോക്ടറിനെ കാണണമെന്നുള്ളതും എല്ലാം എൻ്റെ സച്ചേട്ടൻ്റെ മാത്രം കാര്യം. പക്ഷേ നാളെ ഇവിടെ നടക്കുന്നത് ഈ കുടുംബത്തെ സംബന്ധിക്കുന്ന കാര്യം. അപ്പോൾ നമ്മളിവിടെ വേണം. അതിലുപരി നാളെ മറ്റു ചില കാര്യങ്ങൾ എനിക്കിവിടെ ചെയ്യാനുണ്ട്. ധനുഷിൻ്റെ വീട്ടുകാർ നാളെ വരട്ടെ. എനിക്കും അറിയാനുണ്ട് ചില കാര്യങ്ങൾ. അച്ഛനെന്താ വരാൻ പറഞ്ഞത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ എല്ലാവരോടുമായി പറയണമായിരുന്നു. അല്ല, നിനക്ക് ബുദ്ധിമുട്ടായോ? ഏയ് ഇല്ല അച്ഛാ. നന്ദൻ പറയും കാര്യങ്ങളൊക്കെ. നന്ദ, അത് സ്നേഹയുടെയും ധനുഷിന്റെയും കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാ എല്ലാവരോടും വരാൻ പറഞ്ഞത്. നാളെ ധനുഷിന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടാവണം. ചിലപ്പോ നാളെ തന്നെ ഈ വിവാഹം ഉറപ്പിച്ചൊന്നും വരും. അവര് വന്ന് സംസാരിച്ചിട്ട് ഒന്നുകൂടി ആലോചിച്ചിട്ട് ഉറപ്പിക്കുന്നതല്ലേ നല്ലത്? ഇനി എന്താലോചിക്കാൻ? എല്ലാം ആലോചിച്ചതിന് ശേഷമല്ലേ അവരോട് വരാൻ പറഞ്ഞത്. എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വിവാഹാലോചനയിൽ എതിർപ്പുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോഴേ പറയണം. ഞാൻ ഉള്ള കാര്യം പറയാം അച്ഛാ. എനിക്ക് ഈ വിവാഹത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അച്ഛനും ഏട്ടനും കൂടെ എല്ലാം തീരുമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ടാ ഞാനൊന്നും മിണ്ടാത്തത്. നിനക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അതിന്റെ കാരണവും പറയാനുള്ള ബാധ്യത നിനക്കുണ്ട്. എന്താ നിനക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ലാത്തത്? ഇത് ചോദിക്കുമ്പോൾ എല്ലാവരുടെയും വായെന്താ അടഞ്ഞു പോകുന്നത്? ഇത് നീ നിന്റെ ഇഷ്ടത്തിന് പറയുന്നതാണോ അതോ മറ്റാരെങ്കിലും നിന്നെ കൊണ്ട് പറയിക്കുന്നതാണോ? എന്നെ കൊണ്ടാരും പറയിപ്പിക്കുന്നൊന്നുമല്ല, ഞാനായിട്ട് പറഞ്ഞതാ. എങ്കിലതിന്റെ കാരണം പറയും സന്ദീപേ. നീ പറയുന്ന കാരണം ഞങ്ങൾക്കും ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ ദാ ഇപ്പൊ ഈ വിവാഹം നമുക്ക് നിർത്തിവെക്കാം. അല്ലാതെ വായിൽ തോന്നി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല.
നന്ദ, ഞാൻ പറയാം അവനോട്. ഞാനിപ്പോൾ നിന്നോട് സംസാരിക്കുന്നത് മകളുടെ വിവാഹം സ്വപ്നം കണ്ട് കഴിയുന്ന ഒരച്ഛനായിട്ടാണ്. ഞാൻ പറയുന്നത് നീ കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും സ്വന്തം അനിയത്തിയുടെ ഒരു നല്ല ജീവിതം ആഗ്രഹിക്കുന്ന ഒരേട്ടനായിട്ടാവണം. തീരുമാനം എൻ്റെയും നന്ദൻ്റെ ആഗ്രഹമായിരുന്നുവെങ്കിലും ഉറപ്പിക്കാമെന്ന് വെച്ചത് സ്നേഹയ്ക്കും ധനുഷിനും പരസ്പരം ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അവരുടെ ഒരുമിച്ചുള്ള ജീവിതത്തിൽ അവർക്ക് സന്തോഷം കിട്ടുമെന്ന് അവർ രണ്ടുപേരും വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തെ നമുക്ക് കണ്ടില്ലെന്നടിക്കാനാവില്ല. ഒരാളെ സ്നേഹിക്കുകയും അയാളോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളുടെ മനസ്സ് ഇവിടെ മറ്റാരെക്കാളും നിനക്ക് മനസ്സിലാവും. നീ അങ്ങനെ വിവാഹം കഴിച്ച ഒരാളാണ്. ആതിരയ്ക്ക് പകരം അനഘയാണ് നിന്റെ ജീവിതത്തിലേക്ക് വന്നതെങ്കിൽ നീ ഇപ്പൊ ജീവിക്കുന്ന ഒരു ജീവിതം നിനക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലെന്ന് അച്ഛനറിയാം. അന്ന് നീ എങ്ങനെയായിരുന്നോ അതേ അവസ്ഥയിൽ തന്നെയാ ഇപ്പൊ സ്നേഹയും. അവളുടെ ഇഷ്ടം നമുക്കെല്ലാവർക്കും ചേർന്ന് നടത്തിക്കൊടുക്കാം. നിന്റെ കാര്യത്തിൽ എനിക്കന്ന് ഒരുപാട് അബദ്ധം പറ്റിയിരുന്നു. മക്കളുടെ മനസ്സ് കാണാനാകാത്ത അച്ഛനെന്ന നിലയിൽ നിന്ന് മക്കളെ മനസ്സിലാക്കുന്ന, അവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരച്ഛനെന്ന നിലയിലേക്ക് എത്തണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇത് വേഗം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു എന്ന് കരുതി നിന്റെ വാക്കിന് ഞാൻ വില കൽപ്പിക്കുന്നില്ല എന്നതിനർത്ഥമില്ല. സ്നേഹയുടെ കാര്യത്തിൽ എനിക്കും നന്ദനുള്ള അവകാശം തന്നെ നിനക്കും സച്ചിക്കുമുണ്ട്. അവളൊരു പാവ. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ ഈ വിവാഹത്തിനോട് എതിർപ്പ് പറഞ്ഞാൽ അത് അവൾക്ക് വലിയ വിഷമാവും. അങ്ങനെ അവളെ വിഷമിപ്പിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് തള്ളിവിട്ടിട്ട് അവളുടെ ജീവിതം കണ്ണീരിലാഴ്ത്തണോ എന്ന് നീ തന്നെ ആലോചിച്ച് നോക്ക്. നാളെ ആദ്യം അവര് വരട്ടെ. ഇനി അവർക്കെന്നെ ഇഷ്ടായില്ലെങ്കിലോ? ശരിക്കും എനിക്ക് കുഴപ്പമില്ല. സ്നേഹമോളെ, ധനുഷ് ഒരു മിനിറ്റ്, ഇപ്പൊ വിളിക്കാം. സന്ദീപേട്ട എപ്പോ വന്നു? ഇതാ ഇപ്പോ അച്ഛൻ വിളിപ്പിച്ചതാ. നാളത്തെ നിന്റെ കാര്യം പറയാം. സന്ദീപേട്ട നാളെ ഇവിടെ കാണണേ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ സന്ദീപനോട് പറയാനിരിക്കുമായിരുന്നു. ഈ വിവാഹം ആലോചിച്ചപ്പോ മുതല് അത് മുടക്കാൻ നടക്കുക അർച്ചനയിടത്തി. കാര്യവും കാരണം ഒന്നും അറിയില്ല. അർച്ചനയിടത്തിയോട് സന്ദീപേട്ടനൊന്ന് സംസാരിക്കണം. ഏട്ടത്തിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. എല്ലാവരുടെയും സന്തോഷം കണ്ടും ആശീർവാദം വാങ്ങിച്ചിട്ടും വേണം എനിക്ക് ധനുഷിന്റെ വീട്ടിലോട്ട് പോവാൻ. അർച്ചനയെടുത്ത് അങ്ങനെ പറഞ്ഞെങ്കിൽ അതിലെന്തെങ്കിലും കാരണം കാണില്ലേ മോളെ?
വെറുതെ ഏട്ടത്തി അങ്ങനെ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ ഏട്ടത്തി പറഞ്ഞ അതേ ആവശ്യമായിട്ടാണ് സന്ദീപേട്ടന് വന്നിരിക്കുന്നത് അല്ലേ? തെറ്റ് പറ്റിയത് എനിക്കാ. ഞാൻ മനസ്സിലാക്കിയതുപോലെ അല്ല എന്റെ ചുറ്റിലുള്ളവരെന്നേ എനിക്കിപ്പോഴാ മനസ്സിലായത്. സ്നേഹ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. നിന്റെ നല്ലതിനു വേണ്ടിയാണ് പറയുന്നതെന്ന് നീ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതിനേക്കാളൊക്കെ നല്ലൊരു ബന്ധം നിനക്ക് വേറെ കിട്ടും. എനിക്കത് വേണ്ടെങ്കിലോ? ഇതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞ അതിനർത്ഥം ഇതെനിക്ക് ചേരാത്ത ബന്ധമാണെന്നല്ലേ? എന്താണ് ചേർച്ച കുറവെന്ന് നിങ്ങൾ ആരെങ്കിലും എനിക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിലേ വലിയ ഉപകാരമായേനെ. എന്തിന്റെ അടിസ്ഥാനത്തിലാ സന്ദീപേടിന് അടക്കമുള്ളവര് ധനുഷിനെ ഇഷ്ടമല്ല എന്ന് പറയുന്നേ? ഇനി ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് അവനെ ഇഷ്ടമാ. ഞാൻ ജീവിക്കുന്നതും അവന്റെ കൂടെ തന്നെ ആയിരിക്കും. നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കേൾക്കില്ല. കേട്ടേനെ ഞാൻ. ഏട്ടന്റെ ഭാര്യ ആതിരയല്ല അനഘയായിരുന്നെങ്കിൽ. അങ്ങനെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് സ്നേഹിച്ച ആളെ മറന്നിട്ട് താല്പര്യമില്ലാത്ത ഒരാളെ സന്ദീപേട്ട വിവാഹം കഴിച്ചോ? സന്ദീപേട്ടന് ആതിര ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ മുതല് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആളാ ഞാൻ. അതിനുവേണ്ടി പ്രാർത്ഥിച്ച ആളാ ഞാൻ. ആതിരയെ വീട്ടിലോട്ട് കയറ്റാൻ വേണ്ടി നിങ്ങളോടൊപ്പം വീട് വിട്ട് ഇറങ്ങിയവളാ ഞാൻ. ആ എന്നോടൊപ്പം നിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എന്റെ സന്തോഷം കെടുത്തരുത്. സന്ദീപേട്ടൻ ആതിരയെ സ്നേഹിച്ചതുപോലെ തന്നെയാ ധനുഷ് എന്നെ സ്നേഹിക്കുന്നത്. നമ്മുടെ കാര്യത്തിലൊരു വ്യത്യാസമുള്ളതേ, ഞാൻ പ്രേമിച്ചു തുടങ്ങിയത്, ആത്മാർത്ഥത കാണിച്ചത് എന്റെ അച്ഛനും ഏട്ടനും ഈ വിവാഹത്തെക്കുറിച്ച് എന്റെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ. ഏട്ടനെ ആതിരെ ഒന്നിപ്പിക്കാൻ നോക്കിയവര് തന്നെയാ എന്നെയും ധനുഷിനെ ഇപ്പൊ പിരിക്കാൻ നോക്കുന്നത്. ഏട്ടത്തെ അങ്ങനെ ചെയ്യുന്നത് എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ കൂടെപ്പിഴപ്പുകളും കൂടി അവരുടെ താളത്തിനൊപ്പം തുള്ളുന്നത് കാണുമ്പോഴേ സഹിക്കാൻ കുറച്ച് പാടാ. എന്റെ നന്മയ്ക്കാണെന്ന് കരുതിയ സന്ദീപേട്ടന് ഈ ആവശ്യവും പറഞ്ഞിവിടെ വന്നെങ്കിൽ നന്മയല്ല, മറിച്ച് എന്റെ ജീവിതം നശിക്കാൻ പോകുന്നത്. ധനുഷല്ലാതെ മറ്റൊരാൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ധനുഷിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജീവിത അവസാനം വരെ വിവാഹം കഴിക്കാതെ ഈ മുറിയിൽ കഴിഞ്ഞുകൂടാനാ എന്റെ തീരുമാനം. സ്നേഹ, എല്ലാവർക്കും അതോടെ സമാധാനമാവുമല്ലോ. സന്ദീപേ, സ്നേഹയോട് സംസാരിച്ചോ? അവൾ എന്താ പറഞ്ഞേ? പറ സന്ദീപേ, സ്നേഹ എന്താ പറഞ്ഞേ? ഞാൻ തന്നെ പറയാം. നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞത് തന്നെയാ സന്ദീപേട്ടനോട് ഞാൻ പറഞ്ഞത്. എനിക്ക് ധനുഷില്ലാതെ ഒരു ജീവിതം ഇല്ലെന്ന്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഏൽക്കാത്തത് കൊണ്ട് എന്റെ ഏട്ടനെ ഓരോന്ന് പറഞ്ഞ് കുത്തി ഇളക്കി വിട്ടതാന്നേ എനിക്ക് മനസ്സിലായി. സ്നേഹ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ. സന്ദീപിന് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് സ്വയം കയറി വന്നതാ. കൂടപ്പുറപ്പ് പോലും പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യം പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതൊന്നും ഞാനല്ല, നിങ്ങളൊക്കെയാ. അതുകൊണ്ടാ എനിക്കൊന്നും മനസ്സിലാവാത്തതും. ഞാൻ പലപ്പോഴായി പറയുന്ന കാര്യമാ, ഈ വിവാഹം കൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാനത് സഹിച്ചു എന്ന്. ഇനി ഏത് ഭാഷയിൽ പറഞ്ഞാലും നിങ്ങൾക്കൊക്കെ മനസ്സിലാവുക. എന്താ സ്നേഹമോളെ, എന്താ? ഇവരോടൊക്കെ എനിക്ക് കുറച്ച് സ്വസ്ഥത തരാൻ പറ നന്ദേട്ടാ. എന്റെ ധനുഷിന്റെ വിവാഹം മുടക്കാൻ ആദ്യം ഒരാളായിരുന്നു.
പിന്നെ അത് 2ആയി. ഇപ്പോ സന്ദീപേട്ട പറഞ്ഞു വിട്ടിരിക്കുക എന്നോട് വിവാഹത്തിന് പിന്മാറണമെന്ന് പറയാനായിട്ട്. അർച്ചനടുത്തേക്ക് എന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.